സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ വരാറായി. വലിയ സമയം ഇല്ല. ഈ സമയത്താണ് PM-ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് CPI ഇടഞ്ഞു നിൽക്കുന്നത്. അതായത് കടക്കും പുറത്ത് എന്ന് തന്നെയാണ് CPI പറയുന്നത്. എങ്ങനെ ഈ ഒരു വിഷയത്തെ എങ്ങനെയായിരിക്കും പിണറായി വിജയൻ, പ്രത്യേകിച്ച് ഇപ്പോൾ വലിയ സമ്മർദ്ദങ്ങൾക്കിടയിൽ നിൽക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഈ വിഷയത്തെ എങ്ങനെയാകും കൈകാര്യം ചെയ്യാൻ പോകുന്നത്? പിണറായി സഖാവിന് CPI നല്ലോണം അറിയാം. കുരയ്ക്കുള്ളൂ, കടിക്കുകയെന്ന് അങ്ങേർക്ക് അറിയാം. മരുമ കുരച്ചോണ്ടിരിക്കും, കടിക്കുകയില്ല. അതറിയാവുന്ന പിണറായി വിജയൻ ഇവരെന്ത് പറഞ്ഞാലും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. ഇപ്പോൾ ഏത് ഇഷ്യൂ വന്നാലും പിണറായി വിജയൻ സൗകര്യമുള്ള തീരുമാനം എടുത്തു പോകും. ഇതുവരെ 10 കൊല്ലമായിട്ടങ്ങനെ തീരുമാനം എടുത്തു പോയിട്ട് ഈ CPI എന്ന് പറയുന്ന ഈ കുരയ്ക്കുന്ന കടിക്കലാത്ത പട്ടിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ. പിന്നെ ഈ അവസാനമാണ് അങ്ങ് പോട്ടെന്ന് നോക്കും. പോയാലൊന്നുമില്ല, പോയാലും പിണറായി വിജയൻ ഭരിച്ചുകൊണ്ടിരിക്കും. അതാ രസം. അവരുടെ 18 സീറ്റ് CPI ഇപ്പോൾ UDP-യിലേക്ക് എന്നാൽ ഇത്ര MLA-മാരുണ്ടാവും, ഉണ്ടാകുന്ന പ്രശ്നമില്ലല്ലോ. അപ്പോൾ CPIക്ക് പോകാൻ കഴിയില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പിണറായി വിജയൻ അറിയാം. അതുകൊണ്ടാണ് പിണറായി വിജയൻ അഹങ്കാരത്തോടുകൂടി പുച്ഛത്തോടുകൂടി ഇവരെ കാണുന്നത്. എന്തോ ഒരു മോശമായിട്ട് ഇവരെ പറയുന്നത് അനങ്ങാൻ കഴിയുന്നുണ്ടോ? ആണത്തമുള്ളവന്മാർക്ക് ആണത്തമുള്ളവന്മാർക്ക് ഇനി BJP എന്ന റോഡിൽ ഇറങ്ങാൻ പറ്റുമോ? CPI കുറയ്ക്കാത്ത തല്ലുകൊള്ളി പട്ടി എന്നർത്ഥം ആ നിലയായിട്ടുണ്ട്. ഇത് ഗതികേടൊന്നുമല്ല, എന്ത് പറയാനാ. ഈ എന്തുകൊണ്ടായിരിക്കും ഈ PM-ശ്രീ പദ്ധതിയെ CPI എതിർക്കുന്നത്? CPI ചുമ്മാ എതിർക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആയിരക്കണക്കിന് കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസം വരേണ്ട പദ്ധതിയാണത്. അത് വേണ്ടെന്ന് വെച്ചാൽ CPIക്ക് എന്താ എല്ലാവരും ചിന്താവധി വയ്ക്കാൻ പിള്ളേരെ കിട്ടുന്ന വിദ്യാഭ്യാസം ഇല്ലാതെ ജോലിയില്ലാതെ അറിഞ്ഞു നടക്കാൻ പിന്നെ CPIക്കും 10 പേരെ കിട്ടിയാൽ ചിന്താവധിക്കാൻ കിട്ടിയാൽ കൊള്ളാവുന്നവരായിരിക്കും ചിന്ത. എന്നാൽ പിണറായി വിജയൻ കാഴ്ചപ്പാട് എത്രയോ മഹത്തരമാണ്. ഏതായാലും കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഡൽഹിയിൽ പ്രധാനമന്ത്രിയും അമിത്ഷാജിയും അവർ കണ്ടു കഴിഞ്ഞപ്പോൾ, അവിടെ നേതൃത്വത്തിൽ കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി വിദ്യാഭ്യാസ മേഖലയിൽ വരുത്താൻ വന്ന വലിയ മാറ്റങ്ങളുടെ ഭാഗമാണിത്. അത് ഓൾ ഇന്ത്യ പാർട്ടിയിൽ വന്ന് കഴിയുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് ഗുണകരമാകും എന്ന് ബോധ്യമുള്ളതാണ് പിണറായി വിജയൻ അതിന് കൂട്ടുനിന്നത്. BJP മുന്നോട്ട് വെച്ച ആശയമല്ലേ ഇത്. ഏതായാലും BJPയുടെ ആശയത്തോട് യോജിക്കുന്ന പിണറായി എന്ന് കാണുന്നത് സന്തോഷകരമാണ്. കേരളത്തിന്റെ നന്മയെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് അദ്ദേഹം നടപടിയിലേക്ക് പോകുന്നതെങ്കിൽ അദ്ദേഹത്തിന് ആ കാര്യത്തിൽ ഒരു അഭിനന്ദനം അർഹിക്കുന്നു എന്ന കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ഈ CPIയെ സംബന്ധിച്ചിടത്തോളം ഇവരിപ്പോ വലിയ ഭീഷണിയൊക്കെ മുഴക്കുകയാണ്. മന്ത്രിസഭാ യോഗത്തിൽ ഞങ്ങൾ പങ്കെടുക്കില്ല, മുഖ്യമന്ത്രിയോടടക്കം നോ പറയുന്ന ബിനോയ് വിശ്വത്തിനെയാണൊക്കെ കാണുന്നത്. അതായത് പിണറായിയെ പോലും എനിക്ക് ഭയമില്ല, ഞങ്ങൾ CPI നിങ്ങളോടൊപ്പം നിന്നില്ലെങ്കിൽ പാർട്ടിയെ തന്നെ അത് വല്ലാത്ത രീതിയിൽ ബാധിക്കുമെന്നൊക്കെയുള്ള ഒരു ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത് പോലെയാണ് ബിനോയ് വിശ്വത്തിന്റെ ഇപ്പോൾ ഈ മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള എന്തെങ്കിലും നീക്കമായി ഇതിനെ തോന്നുന്നുണ്ടോ? ഞാൻ അങ്ങനെ കരുതുന്നുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, കുരയ്ക്കും കടിക്കുകയില്ല. ഇങ്ങനെ പലതും കുരച്ചോണ്ടിരിക്കും, പക്ഷെ ഒരു കടിയും നടക്കുകയില്ല. അവസാനം പിണറായി വിജയനുമായിട്ട് രാത്രി പോയി ഒരു ഒത്തുതീർപ്പുണ്ടാക്കി ചർച്ച നടത്തി. പിണറായി വിജയൻ പറയും കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി നടപ്പാക്കുമെങ്കിലും അത് കേരളത്തിൻ്റെതായ തനത് മാറ്റങ്ങളൊക്കെ ആ മേഖലയിൽ ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഭയങ്കര മാറ്റം ഉണ്ടാവുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞവന് ഞങ്ങൾ സമ്മതിച്ചെന്ന് പറഞ്ഞ് ഈ പൊട്ടക്ക കഴിവേറികൾ പിണറായി വിജയൻ ചിന്താ കുറിച്ച് നടക്കുന്ന കാണാനുള്ള അവസരം ഉണ്ടാവുന്നതിന് ഒരു സംശയം വേണ്ട. എനിക്ക് 100% ബോധ്യമാണ്. ഈ PC ജോർജ് കുറെ നാളെ MLA ഒക്കെ ആയിട്ട് ഇരുന്ന ഒരാളാണ്. ജനങ്ങൾക്കിടയിൽ ഒരുപാട് സ്വാധീനമുള്ള ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് ആളുകൾക്ക് സ്വാഭാവികമായി ഒരു സംശയം ഉണ്ടാകും, ഈ PM-ശ്രീ കേന്ദ്രത്തിന്റെ പദ്ധതി ആയതുകൊണ്ട് ഈ കേരളത്തിലെ സിലബസുകളിൽ കേന്ദ്രം ചില കാര്യങ്ങളിൽ കൈകടത്തലുകൾ നടത്തും. ഇപ്പോ പല ചാനലുകളിലെയും പല തലതൊട്ടപ്പന്മാരടക്കം പറയുന്നത് ഇപ്പോ പിന്നെ മഹാത്മാഗാന്ധിയെ കൊന്നത് ഗോഡ്സെ അല്ലെന്ന് വരെ വേണമെങ്കിൽ ഇവർ എഴുതി വെക്കും. അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഒരു കേന്ദ്രത്തിന്റെ അല്ലെങ്കിൽ ഒരു BJPയുടെ ഇടപെടൽ പാഠ്യപുസ്തകങ്ങളിൽ ഉണ്ടാകും. അതുകൊണ്ടാണ് PM-ശ്രീ പദ്ധതി വേണ്ട എന്നുള്ള ഒരു എതിർപ്പ് എല്ലാവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അത്തരത്തിലൊരു നിരീക്ഷണം PC ജോർജിന് തോന്നുന്നുണ്ടോ? എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. എന്തോ ഒരു പോഷത്വമായി പറയുന്നു. ഒരു അഖിലേന്ത്യാ പാറ്റേൺ വിദ്യാഭ്യാസ മേഖലയിൽ വരുത്തുന്ന മാറ്റങ്ങളാണ്. അതിൽ കോടിക്കണക്കിന് രൂപ കേന്ദ്ര ഗവൺമെന്റ് മാറ്റിവെച്ചിരിക്കുകയാണ്. കോടാനുകോടി രൂപ മാറ്റിവെച്ചിരിക്കുകയാണ്. എല്ലാ സംസ്ഥാനങ്ങളും അത് സ്വീകരിച്ചുകൊണ്ട് അവിടുത്തെ വിദ്യാഭ്യാസത്തെ പുഷ്ടിപ്പെടുത്താനുള്ള നടപടി സ്വീകരിക്കുമ്പോൾ തമിഴ്നാടും കേരളവും, തമിഴ്നാട് അങ്ങനെ പോയാൽ അവർ കാശുണ്ട്, അവരങ്ങ് പൊക്കോളും. കേരളം 7 ലക്ഷം കോടി രൂപ കടമുള്ള സ്റ്റേറ്റാണ്. ആ സ്റ്റേറ്റ് ഇത് വേണ്ടെന്ന് വെച്ചാൽ കേരളം പട്ടിണിയിലേക്ക് പോകും. അതോടൊപ്പം വിദ്യാഭ്യാസം നശിക്കും. തൊഴിലില്ലാത്തവരും വിദ്യാസമ്പന്നരും ഇല്ലാത്ത ഒരു സ്റ്റേറ്റ് ആയിട്ട് കേരളം മാറും.
ആ ഗതികെട്ട സാഹചര്യം ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഇതല്ലാതെ ഒപ്പിടുകയല്ലാതെ മാർഗമില്ല. അത് പിണറായി വിജയന് ബോധ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം അത് ചെയ്തത്. അതിന് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. പിന്നെ ആ വിദ്യാഭ്യാസ പദ്ധതിയിൽ BJP ഗാന്ധിയൊക്കെ വന്ന് ഗോഡ്സെ എന്ന് അല്ലെന്ന് എഴുതുന്നു എന്ന് ആര് പറഞ്ഞു? ഈനം വൃത്തികെട്ട പ്രചരണങ്ങളെ നടത്തുന്നത്. ഇവിടെ കുറെ സാഹിത്യ നായകന്മാരെന്ന് പറഞ്ഞ എംബോക്കികളുണ്ട്, സാഹിത്യ നായകന്മാർ. ഈ എംബോക്കികൾ എന്ത് വൃത്തികേടും പറയും. ആ വൃത്തികേടിന് പറയാൻ ജനങ്ങളെ പോയിട്ട് കാര്യമുണ്ടോ? ഈ എംബോക്കുകളെ അടി കൊടുക്കാൻ ആളില്ല. ഇവിടെ പല നല്ല കാര്യങ്ങളും കേരളത്തിൽ നടക്കുമ്പം ഈ എംബോക്കുകളെ കാണാനില്ല. നായകന്മാരെ ഏതെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നായകന്മാരിങ്ങ് ഇറങ്ങിയേക്കുക, നാടിന് ശാപമായിട്ട്. നാടിന് ജനങ്ങളെ പറ്റി ശ്രദ്ധിക്കാതെ ഇവരെയൊക്കെ അടിച്ചു കൊല്ലുന്ന, ജനം സംഘടിച്ച് അടിച്ചു കൊല്ലുന്ന കാലം ഉണ്ടാവുന്ന ഞാൻ വിശ്വസിക്കുന്നു. ഈ PMC പദ്ധതി എങ്ങനെയാണ് കാണുന്നത്? ഏത് തരത്തിലാണ് കാണുന്നത് ഈ PMC പദ്ധതി? ഞാൻ പറഞ്ഞല്ലോ, ആ പദ്ധതിയെ കേന്ദ്ര ഗവൺമെന്റ് പ്രധാനമന്ത്രിയുടെ പദ്ധതിയാണ്. ആ പദ്ധതി ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും നന്നാക്കാനും വിദ്യാഭ്യാസം കൊടുക്കാനും അറിവ് പകരാനും ലോകത്തിലെ ഏറ്റവും വലിയ വിദ്യാസമ്പന്നരും അറിവുള്ളവരുമാക്കി ഇന്ത്യയിലെ ജനങ്ങളെ മാറ്റിയെടുക്കാനും ശാസ്ത്ര സാങ്കേതിക രംഗത്ത് നമുക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാനും ഉൾപ്പെടെ സാമ്പത്തിക രംഗത്തും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാനും ഉൾപ്പെടെയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്ന നിലയിലേക്കാണ് PMC പദ്ധതി. ആ പദ്ധതി എതിർത്തിട്ട് എന്ത് കിട്ടാനാണ്? എതിർത്ത് നമ്മുടെ കേരളം 7 ലക്ഷം കോടി രൂപ കടമുള്ള കേരളമാണ്. പട്ടിണി കിടന്ന് ചാകണം നമ്മളെല്ലാം. ഏതായാലും ആ കാര്യത്തിലെങ്കിലും പിണറായി ഒരു നീതിപരമായ തീരുമാനം എടുത്ത് അഭിമാനകരമാണ്. CPI എന്ന് പറഞ്ഞ് ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കും. അവരെ നോക്കേണ്ട കാര്യമില്ല. അവർ നാട് നശിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നവരാ. അവരെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല, മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഈ സർവശിക്ഷ അഭിയാനിൽ നിന്ന് പണം, ഈ കോടിക്കണക്കിന് പണം സർക്കാരിന് കിട്ടാനുണ്ട്. അത് കിട്ടാതിരിക്കുമ്പോഴാണ് സർക്കാർ ഫണ്ടിന് വേണ്ടിയാണ് ഈ PMC പദ്ധതി നടപ്പിലാക്കിയത് എന്നൊക്കെയുള്ളൊരു കുപ്രചരണങ്ങൾ പലരും നടത്തുന്നുണ്ട്. അത്തരത്തിൽ ഫണ്ട് മാത്രം നോക്കിക്കൊണ്ടുള്ള ഒരു നടപടിയാണോ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്? എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. കാരണം അങ്ങനെ വേണേൽ പറഞ്ഞോളൂ. പക്ഷെ വേറൊരു കാര്യ, വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റം വേണ്ടെങ്കിൽ ഈ ഇന്ത്യയിൽ ഏറ്റവും വലിയ 100% സാക്ഷരതയുള്ള ജനങ്ങളാണ് കേരളം. ആ ജനങ്ങൾക്ക് സാക്ഷരതയുണ്ട്. പക്ഷെ 4, 3, 7, 3, 10 എന്ന് പറയാൻ അറിയത്തില്ല. 4, 3 എന്ന് പറയാൻ നോക്കിയിരിക്കുക ഏതെന്ന് പറയാൻ വേണ്ടി. ആ ഗതികേട് മാറണം. ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ നമ്മുടെ ബൗദ്ധികമായ വളർച്ച ഉണ്ടാവണം. ആ ബൗദ്ധികമായ വളർച്ചയ്ക്ക് ഉതകുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസ പരിഷ്കരണങ്ങൾ ഉണ്ടാവണം. ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്, 80 ഞാൻ MLA ആയി കഴിഞ്ഞാൽ ഓർക്കുന്നത് മിസ്റ്റർ TN ജേക്കബ് വിദ്യാഭ്യാസ മന്ത്രിയായി. ഒന്ന് ആലോചിക്കേണ്ട കാര്യം, എത്ര കൊല്ലം ഈ 57 നമ്മളെ ഈ EMS ഗവൺമെന്റ് കാലത്തെ പദ്ധതിയാണ്, പാഠ്യപദ്ധതിയാണ്. അതിൽ കരിക്കുലം പോലും ഒന്നും പരിഷ്കരിച്ചിട്ടില്ല, പാഠ്യപദ്ധതി മാറ്റിയിട്ടില്ല. ജേക്കബ് വന്നിട്ടാണ് കരിക്കുലം പാഠ്യപദ്ധതിയൊക്കെ മാറ്റം വരുത്തുന്നത്. ഈ +2 എങ്ങനെ ഉണ്ടായി? +2 ആയിരുന്നു ഇവിടെ, മനസ്സിലായില്ലേ? ഹയർ സെക്കൻഡറി ഉണ്ടായത് എങ്ങനെ? ജേക്കബ് കൊണ്ടൊന്നുമല്ലേ. അങ്ങനെ വളരെ സ്ട്രോങ് നിലപാട് സ്വീകരിച്ചു. അന്ന് ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികളും കോൺഗ്രസ് ഉൾപ്പെടെ യൂണിവേഴ്സിറ്റി തകർത്തില്ലേ? യൂണിവേഴ്സിറ്റി ഉദ്യോഗസ്ഥന്മാർ സമരം ചെയ്തിട്ടോ നീ പോടാന്ന് പറഞ്ഞില്ലേ ജേക്കബ്? മര്യാദയ്ക്ക് എല്ലാവരും കൂട്ടത്തിൽ വന്നു. ഇപ്പോൾ അന്ന് ജേക്കബ് ആ എതിർപ്പ് നേരിട്ടോടെ നടപടിയായിട്ട് മുന്നോട്ട് പോയില്ലായിരുന്നു. കേരളം ഇരുട്ടിലല്ലായിരുന്നു. ഹയർ സെക്കൻഡറി പോലും ഇല്ലാത്ത, +2 പോലും ഇല്ലാത്ത ഒരു കേരളത്തിന് വിദ്യാഭ്യാസം മാറുകയായിരുന്നു. 100% സാക്ഷരത നമ്മുടെ പല കാര്യമില്ല. എഴുതാനും വായിക്കാനും പഠിച്ചാൽ മതിയോ? ജീവിതമാർഗം ഉണ്ടാകണ്ടേ? ഏതായാലും അങ്ങനെ ശക്തമായ നിലപാട് ജയിക്കപ്പെടുമ്പോഴുള്ള ആ നേതാക്കന്മാരെ പോലെ പിണറായി വിജയനും ശക്തമായി ഏത് എതിർപ്പും നേരിടാൻ തന്റെ ഇടം കാണിക്കണം. അതിന് അദ്ദേഹത്തിന് നന്മ കൊടുക്കും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. വളരെ നന്ദി.